നമസ്കാരം. ഇക്കിഗായിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായുടെ സ്റ്റേഷൻ 17 സൗഹൃദം. സൗഹൃദ വലയം ശക്തിപ്പെടുത്തുക. ജോൺ ക്രാക്വയർ എന്ന പർവ്വതാരോഹകൻ നേർത്ത വായുവിലേക്ക് എന്ന തൻ്റെ ലേഖനത്തിൽ ചില മോശം പർവ്വതാരോഹകരോടൊത്ത് എവറസ്റ്റ് കയറേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കയറ് പിടിച്ച് മല കയറുമ്പോൾ കൂടെ കയറുന്നവർ ഒപ്പം നിന്നില്ലെങ്കിൽ അടി കാണാത്ത ഗർത്തത്തിലേക്ക് വീഴും. കുന്നുകളും മലകളുമുള്ള ദൈനംദിന ജീവിതത്തിലും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഇക്കിഗായ് കണ്ടെത്താനും ജീവിത ലക്ഷ്യങ്ങൾ നേടാനും ചുറ്റും വിശ്വാസത്തിന്റെ ഒരു വലയം ആവശ്യമാണ്. എന്നാൽ മാത്രമേ കൊടുമുടിയിലെത്താൻ സഹായിക്കുന്ന കൈകളുണ്ടാവുകയുള്ളൂ. കയർ ബന്ധങ്ങൾ. നല്ലൊരു ടീം ഉണ്ടാവണമെങ്കിൽ മത്സരത്തിൽ പലരെയും ഒഴിവാക്കി വേണം തുടങ്ങാൻ. ഇക്കിഗായ് കണ്ടെത്താൻ ചില ചീത്ത കയർബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അവ ചുവടെ കൊടുക്കുന്നു. എപ്പോഴും പരാതി പറയുകയും മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്നവർ അവരുടെ പിന്തിരിപ്പൻ സ്വഭാവം നമ്മളിലേക്കും പകരും. ആവശ്യങ്ങൾ പറഞ്ഞും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയും നമ്മളെ ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കൈവിടുന്നവർ. ഇത്തരം ആളുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ ഉത്സാഹം കുറഞ്ഞ് ക്ഷീണിതരാവും. അതായത് ആദ്യത്തെ അവസ്ഥയിൽ നിന്നും മോശമാവും. അതുകൊണ്ട് ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇത്തരം ആളുകളെ ഒഴിവാക്കി നമ്മെ പോഷിപ്പിക്കുന്ന ചെറിയൊരു സംഘം ആളുകളുടെ ഒപ്പം കഴിയുക. ലാ ഇസ്ല ദെ ലോസ് 5 ഫാറോസ് 5 വിളക്കുമാടങ്ങളുള്ള ദ്വീപ് എഴുതിയ ആശയവിനിമയ വിദഗ്ധൻ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന വികാരങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ മാനസികാവസ്ഥയുണ്ടാവുക എന്നാണ്. വൈകാരിക പകർച്ചവ്യാധികളെക്കുറിച്ച് അറിവുണ്ടാവുന്നത് ജീവിതത്തിലും ബന്ധങ്ങളിലും ഒരു നയം മാറ്റത്തിന് കാരണമാകും. നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ആളുകളുമായി ഇടപഴകാനാണ് നമ്മൾക്കെല്ലാവർക്കും താൽപര്യം. അതാണ് വേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുമ്പോൾ നല്ല സഹയാത്രികരെയും ബന്ധങ്ങളെയും നിലനിർത്താൻ കഴിയും. ശരിയായ തീരുമാനമെടുക്കാൻ താഴെ കൊടുത്തിട്ടുള്ള പരിശീലന പാഠങ്ങൾ സഹായിക്കും. എങ്ങനെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കാം. സൗഹൃദങ്ങൾ മനസ്സിലാക്കാനും അതിലൊരു ചിട്ട കൊണ്ടുവരാനും വേണ്ടി ആദ്യമായി ഓരോ വ്യക്തിയുമായി എന്തുതരം ബന്ധമാണെന്നും ഈ ബന്ധം നമ്മളിൽ നിന്നും എന്താവശ്യപ്പെടുന്നുവെന്നും എന്തു തരുന്നുവെന്നും വ്യക്തമാക്കണം. ഇതിനായി താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. എന്നിൽ ശുഭാപ്തി വിശ്വാസവും നല്ല ഊർജവും എൻ്റെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും കാണുന്ന സൗഹൃദങ്ങൾ ഏതെല്ലാം? സ്വന്തം കാര്യം മാത്രം സംസാരിക്കുന്നവരും എപ്പോഴും സഹായം ആവശ്യപ്പെടുന്നവരും പിന്തിരിപ്പൻ സ്വഭാവമുള്ള കൂട്ടുകാരും ആരെല്ലാം? അല്ലെങ്കിൽ കടമ കാരണം മാത്രം സന്തോഷമില്ലാഞ്ഞിട്ടും ഞാൻ കൂട്ടുകൂടുന്ന വ്യക്തികൾ ആരെല്ലാം? ഇത്തരത്തിൽ നിങ്ങളുടെ സാമൂഹിക മണ്ഡലങ്ങളെ 2ആയി തരംതിരിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ അടുത്ത ചോദ്യം വരും. ഞാൻ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന 5 പേരിൽ ഇതിലേത് വിഭാഗത്തിൽ പെടും? ജിം റോണിന്റെ പരിശീലന രീതി നിങ്ങളുടെ വ്യക്തിപരമായ സന്തോഷത്തിലോ ജീവിതത്തിന്റെ ശക്തി കുറഞ്ഞ മേഖലയിലോ പ്രാവർത്തികമാക്കുക. മാർക്ക് കുറവ് കാണിക്കുന്ന ആ പ്രത്യേക വ്യക്തിയെ നിങ്ങളുടെ സാമൂഹിക വൃത്തത്തിൽ നിന്നും അകറ്റി നിർത്തുക. പകരം ഒരു വിദഗ്ധനെ തിരഞ്ഞെടുക്കുക. താങ്ക് യു.